ആരാണ് കൊച്ചിക്കാരുടെ കാപ്പിരി മുത്തപ്പൻ? കേരളത്തിന് കാപ്പിരി മുത്തപ്പനുമായി എന്താണ് ബന്ധം? കേരള നാടിന്റെ സമ്പന്നത തിരിച്ചറിഞ്ഞ തിരിച്ചുപോയ വാസ്കോഡ ഗാമ അന്നത്തെ പോർച്ചുഗീസ് രാജാവ് മാനുവലിനെ കിഴക്കൻ ദേശത്ത് കണ്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പോർച്ചുഗലിന് രക്ഷപ്പെടാനുള്ള വഴി കേരളത്തിന്റെ ജൈവ സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞ മാനുവൽ രാജാവ് തന്റെ കപ്പൽ പടയെ കേരളത്തിലേക്ക് അയച്ചു. പടക്കപ്പലുകളിലെ ജോലിക്കായി കോങ്കോയിലെ അടിമച്ചന്തകളിൽ നിന്ന് തടിമിടുക്കുള്ള യുവാക്കളെയും വാങ്ങിയായിരുന്നു ആ യാത്ര. പിന്നീട് ഓരോ തവണ കപ്പൽ പോരുമ്പോഴും ഇതൊരു പതിവായി തുടങ്ങി. പോർച്ചുഗീസ് കാലത്ത് ഇങ്ങനെ ഒട്ടേറെ ആഫ്രിക്കൻ യുവാക്കൾ കേരള തീരത്ത് അടിമകളായി കപ്പലിറങ്ങിയിട്ടുണ്ട്. 1663 ഡച്ചുകാർ കേരളത്തിൽ കപ്പലിറങ്ങിയതോടെ പോർച്ചുഗലിന്റെ പ്രതാപം അവസാനിച്ചു. നാടുപിടിക്കുക എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും കേരളത്തിൽ നിന്നും അവർ സമ്പാദിച്ച വലിയ സമ്പത്ത് മുഴുവൻ കയറ്റി കൊണ്ടുപോകാൻ കപ്പലുകൾ പോർച്ചുഗലിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ സ്വർണവും വെള്ളിയും അടങ്ങിയ വലിയ നിധിശേഖരം അതീവ രഹസ്യമായി കേരളത്തിന്റെ തീരത്ത് കുഴിച്ചിടാൻ അവർ തീരുമാനിച്ചു. ഡച്ചുകാരെ തോൽപ്പിച്ച് തീരം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പോർച്ചുഗീസുകാർ. ഓരോ ധനകുംഭത്തിനും കാവലായി അടിമകളായ ആഫ്രിക്കൻ യുവാക്കളെയും ജീവനോടെ അവിടെ അവർ കുഴിച്ചുമൂടി. മണ്ണിന്റെ അടിയിൽ ശ്വാസം മുട്ടി മരിച്ച അടിമകളുടെ പ്രേതങ്ങളെ ഭയന്ന നാട്ടുകാർ ധനകുംഭങ്ങൾ മോഷ്ടിക്കില്ലെന്നായിരുന്നു പോർച്ചുഗീസുകാരുടെ വിശ്വാസം. ഡച്ചുകാരെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ വന്നതോടെ പോർച്ചുഗലിന്റെ മടങ്ങിവരവ് സാധിച്ചതേയില്ല. അങ്ങനെയാണ് തീരദേശത്തിന്റെ വിശ്വാസങ്ങളിൽ നിധി കാക്കുന്ന കാപ്പിരി മുത്തപ്പന്റെ കഥ കേട്ടു തുടങ്ങുന്നത്. അന്ന് കേരളം വിട്ടുപോയ പോർച്ചുഗീസ് കപ്പിത്താന്മാർ രാജാവിനെ തിരിച്ചേൽപ്പിച്ച കേരളത്തിന്റെ ഭൂപടങ്ങളിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ സമ്പത്ത് കുഴിച്ചിട്ട പ്രദേശങ്ങളാണെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ഇവ ലിസ്ബൺ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.